ഞങ്ങൾ പറശ്ശിനിക്കടവ് പോകട്ടാ. അപ്പം ഞങ്ങൾ പുലർച്ചെ പ്ലാൻ ഇട്ടതാണ്. അപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ഉറക്കണവർക്ക് ലെമൺ ടീ കുടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഹൈവേയുടെ സൈഡിൽ കയറി. അപ്പോൾ അവിടുന്ന് ലെമൺ ടീ 3 ഓർഡർ ചെയ്തിട്ട് കുടിക്കാമെന്ന് പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ലെമൺ ടീ കുടിക്കുന്നു. ഭയങ്കര പുളിയാണ്. ഇവരൊക്കെ കുടിച്ച് പിന്നെയും വണ്ടി എടുത്തിട്ടാ ഉറക്കമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ഒരു 5 മണിക്കൂറുണ്ട് തൃശ്ശൂരിൽ നിന്ന്. നേരെ അവിടെ ഫ്രഷായുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രഷായിട്ട് ഞാൻ ഫ്രഷായിട്ടാ. അവരിപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല. കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി സ്ഥലത്തേക്ക്. ഞങ്ങൾ ആദ്യമായിട്ട് വരണ കാരണം ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സ്ഥലം നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാട്ടാ കവാടം. നല്ല രസം. ആൾക്കാരൊക്കെ അധികം കുറവായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. ആദ്യമായിട്ട് വരുന്നു ഇങ്ങോട്ട്. അപ്പോൾ അവിടെ കയറണമെങ്കിൽ ഉള്ളിൽ കയറണമെങ്കിൽ കാലൊക്കെ നന്നായി കഴുകണം കേട്ടോ. പുള്ളിക്കാണെങ്കിൽ ഫോണും കയറ്റില്ല. ഞങ്ങൾ ഫുള്ള് കണ്ടിട്ട് ഞങ്ങളവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രസാദം കഴിക്കാൻ കയറിയപ്പോൾ പ്രസാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പയറില്ലേ പുഴുങ്ങിയിട്ടും ഒരു തേങ്ങ കൊത്തും തരണം. എന്നിട്ട് പ്രസാദം. ഇതാണ് വ്യൂ ശരിക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ വരുന്നുള്ള ഒരു കാഴ്ച പട്ടിക്കുട്ടികളുടെ. കഴിഞ്ഞിട്ട് അവിടെ ഒരു അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നദാനത്തിന് പോയി. അന്നദാനത്തിനുള്ളത് ചോറ്, സാമ്പാർ, മോര് കറി കേട്ടാ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഈ ഫോട്ടോസൊക്കെ കണ്ടത്. ഇതൊക്കെ ഓരോരുത്തർ പടം വരച്ച് കൊടുക്കണതാട്ടാ. വരണ വഴിക്ക് കണ്ടതാ പട്ടിയൊക്കെ നന്നായി കുളിച്ചിട്ട് കേട്ടോക്ക് പോകണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞങ്ങളിവിടെ കിടന്നത് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെ നൈസായിട്ട് ഒരു 5-10 മിനിറ്റ് കിടന്നുറങ്ങി ഞങ്ങൾ തിരിച്ചു പോവാം. തിരിച്ച് ഇനി നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കയറിയിട്ടേ പോവുള്ളൂ.